അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് തുർക്കിയുടെ ചില തീരപ്രദേശങ്ങളും ഇസ്തംബൂൾ നഗരത്തിൻ്റെ ഒരു ചെറിയ ഭാഗവും, ഗ്രീൻ മോസ്ക്, അതിൻ്റെ ഉൾഭാഗം, പരിസര പ്രദേശങ്ങൾ, ഞാൻ താമസിച്ച ഹോട്ടലിലെ മെസ് ഹാൾ എന്നിവ എല്ലാം ആയിരുന്നു. ഇന്ന് ഹോട്ടൽ മുതൽ ഖത്തർ ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നത് പോലെ റോഡിൻ്റെ ഇരുവശവും വിശാലമായ കൃഷിപ്പാടങ്ങളും തുർക്കിഷ് എയർലൈൻസിൻ്റെ കവാടങ്ങളും ടണലുകളും, എല്ലാറ്റിലുമുപരി തുർക്കിയുടെ പ്രൗഢിയുടെ ചിഹ്നമായ തുർക്കി കൊടിയും, അതുപോലെ കുബ്ബയും മിനാരങ്ങളോടും കൂടിയ ബിൽഡിങ്ങുകളും കഴിഞ്ഞ എയർപോർട്ട് ലക്ഷ്യമാക്കി യാത്ര തുടരുക തന്നെയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ പ്രാവശ്യത്തെ എൻ്റെ തുർക്കി സന്ദർശനം ഹ്രസ്വമായതിനാൽ കപ്പഡോഷ്യായിലെ ഗുഹാ ഹോട്ടലുകളെപ്പറ്റിയോ ബലൂൺ ഹോട്ടലുകളെപ്പറ്റിയോ ഹഗിയ സോഫിയ മസ്ജിദിനെ പറ്റിയോ ഒന്നും തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പടച്ച തമ്പുരാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അത് നമുക്ക് വീണ്ടും പങ്കുവയ്ക്കാവുന്നതാണ്. അങ്ങനെ ഏറെക്കുറെ ഇസ്തംബൂൾ എയർപോർട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്തംബൂൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്നും എൻ്റെ ഫ്ലൈറ്റ് ഖത്തറിലെ ദോഹ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. എൻ്റെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 12:45 ഫ്ലൈറ്റ് നമ്പർ QR240 ഫ്രം ഇസ്തംബൂൾ ടർക്കി ടു ദോഹ ഹമദ് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ വരെയാണ് എൻ്റെ യാത്ര. ഇതിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നാവികന്മാർക്ക് പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടെങ്കിലും ഇസ്തംബൂളിൽ അതൊന്നുമില്ലെങ്കിലും വളരെ പെട്ടെന്നായിരുന്നു എമിഗ്രേഷൻ കസ്റ്റംസ് എല്ലാം പൂർത്തീകരിക്കൽ. എല്ലാം കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റിൽ കയറി ഞങ്ങളുടെ ഫ്ലൈറ്റ് മെല്ലെ മൂവ് ചെയ്യുന്നു. ഖത്തർ എയർവേസിൻ്റെ തന്നെ മറ്റൊരു ഫ്ലൈറ്റ് ലാൻഡിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റിലെ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് മെല്ലെ മെല്ലെ പൊന്താൻ തുടങ്ങി. സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ എന്ന പരിശുദ്ധമായ ദുആ ഉരുവിട്ടുകൊണ്ട് ഖത്തർ എയർവേസ് QR240 യാത്ര ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ്. ചെറിയ തടാകങ്ങൾ, വളഞ്ഞ് പുളഞ്ഞൊഴുകുന്ന നദികൾ, പച്ചപ്പരവതാനി വിരിച്ച പ്രകൃതി രമണീയമായ കൃഷി ഇടങ്ങൾ, ആണി പോലെയുള്ള മലകൾ എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. 4 മണിക്കൂർ ദൈർഘ്യമേറിയ ഈ യാത്രയിൽ വിമാനം എവിടെയും സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പാണ്. അങ്ങനെ സർവേശ്വരനിൽ തവക്കൽ ചെയ്തുകൊണ്ട് നൂറുകണക്കിന് യാത്രക്കാരും പതിനായിരക്കണക്കിന് സ്വപ്നങ്ങളുമായി ഞങ്ങളുടെ വിമാനം ദോഹ ഖത്തർ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്തംബൂൾ എന്ന പ്രൊവിൻസിലെ ഇസ്തംബൂൾ നഗരത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റെസിഡൻഷ്യൽ ഏരിയകളുണ്ട്, സിറ്റികളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, ചെറിയ മലകളുണ്ട്, പുഴകളും തടാകങ്ങളുമുണ്ട്. വളരെ രമണീയമായ കാഴ്ചയാണ്. തുർക്കിയുടെ ചില ഭാഗങ്ങൾ മരുഭൂമിയെപ്പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഭൂരിഭാഗം ഭാഗങ്ങളും, പ്രത്യേകിച്ച് ഇസ്തംബൂളിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ പച്ച പരവതാനി വിരിച്ചതാണ്, കൃഷിത്തോപ്പുകളാണ്. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ദൃശ്യത്തിൽ വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ കാണാവുന്നതാണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ
വിധാനതയിൽ ഇതുവരെ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ഒരു വിങ്സിൻ്റെ അല്പഭാഗം ഇപ്പോൾ കാണാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ. യാത്രക്കാരിൽ ഭൂരിഭാഗവും യൂറോപ്പിൽ നിന്നും ഖത്തറിലേക്ക് വരുന്നവരാണ്. ഇന്ത്യക്കാരായി ഏതാനും ചില ആളുകൾ. ഈ യാത്രയിൽ മലയാളിയായി ഞാൻ മാത്രമാണ് എന്നറിയാൻ കഴിയുന്നു. ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന ഭാഗം തുർക്കി ഇസ്തംബൂൾ എയർപോർട്ടിൻ്റെ ചില ഭാഗങ്ങളാണ്. ഇപ്പോഴും ഇസ്തംബൂൾ നഗരത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ ഉയരത്തിലാണ് വിമാനം ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്കൊരു ചെറിയ വിദൂര ദൃശ്യം മുകളിൽ നിന്ന് താഴോട്ട് കാണാവുന്നതാണ്.
അങ്ങനെ 4 മണിക്കൂർ യാത്രയ്ക്ക് വിരാമമിട്ടുകൊണ്ട് നമ്മുടെ വിമാനം ഖത്തറിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കാണുന്നത് ഖത്തർ ഭൂപ്രകൃതിയാണ്. ഞാൻ സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ ചിറകും നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. ഏകദേശം ഖത്തർ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വിമാനം ലാൻഡിങ്ങിന് വേണ്ടി ക്യാപ്റ്റനും അതിലെ ക്രൂ മെമ്പേഴ്സും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പടച്ചതമ്പുരാൻ അനുഗ്രഹത്താൽ സക്സസ്ഫുള്ളി ലാൻഡഡ് QR240 ഹമദ് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വശങ്ങളിലായി മറ്റ് കമ്പനികളുടെ വിമാനങ്ങൾ കാണാവുന്നതാണ്. ഇനി ഞങ്ങളുടെ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇറങ്ങേണ്ട ടെർമിനലിൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ നമുക്ക് കസ്റ്റംസും ഇമിഗ്രേഷനും ഒന്നുമില്ല. ജസ്റ്റ് ട്രാൻസിറ്റ് ഡെസ്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഖത്തർ എയർപോർട്ടിൻ്റെ പ്രധാന കവാടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാവുന്നതാണ്. പിന്നെ ഖത്തർ എയർപോർട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാവികന്മാർക്ക് വളരെ വലിയ സൗകര്യങ്ങളാണ് ഖത്തർ എയർപോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. മറൈൻ ലോഞ്ച് എന്ന ഒരു പ്രത്യേക ലോഞ്ചുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കയറണമെങ്കിൽ ക്യാഷ് വേണ്ട. പക്ഷേ അതേസമയം കപ്പലിൽ ജോലി ചെയ്യുന്ന പ്രത്യേകമായൊരു ലൈസൻസ് ഉണ്ട്. അതിന് സീമെൻസ് ബുക്ക് എന്ന് പറയാം. കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുത്താൽ ഇവിടേക്ക് പ്രവേശനം കിട്ടും. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് ഫ്രീയാണ്. നാവികന്മാർക്ക് ഭക്ഷണങ്ങളുണ്ട്, ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുണ്ട്, ബാത്റൂം സൗകര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ വിശാലമായ ഒരു ഭാഗം നാവികന്മാർക്ക് വേണ്ടി ജോലിക്കാരോട് കൂടിയാണ് ഖത്തർ ഗവൺമെൻറ് ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ചെറിയ വേളയിലാണെങ്കിലും അതിന് ഖത്തർ ഗവൺമെൻറ്റിനോടുള്ള അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള നാവികരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.